ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ മനസ്സം പ്രിയനിലാനന്ദിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ടും ആകെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കർത്താവ് ബൈബിൾ ക്രൗഡ് മെഗാ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെയൊക്കെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷ നയിക്കപ്പെടുവാൻ കൊണ്ടും സഹായിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാനും തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അളന്നു കുരിക്കുന്ന നല്ലൊരു അളവ് നീ അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴാങ്കയിലും ആയിക്കൊണ്ട് ഈ ശുശ്രൂഷയെ സഹായിക്കണമേ. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ കാവൽക്കാരനായിരിക്കണമേ. സാങ്കേതികമായിട്ടുള്ള എല്ലാ കർത്താവ്യ കാര്യങ്ങളും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. പിശാച് യാതൊരു രീതിയിലും ഞങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുവാനിടയാതെ അവിടുത്തെ സൈന്യവും ദൂതന്മാരും യഹോവയെ ഞങ്ങൾക്ക് ചുറ്റും പ്രകാശിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണ്. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ്റേതായിട്ടുള്ള ജഡ്ജസായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് മിസ്സസ് രാജി വർഗീസാണ്. എൻ്റെ പ്രിയ പത്നിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിഭാഗത്തിൻ്റെ ചുമതലയും രാജി വഹിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് രാജിയെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രിയപ്പെട്ട സാലിയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകളായിട്ട് ഈ ശുശ്രൂഷയിൽ വരെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ കുവൈറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്ന് റിട്ടയർ ചെയ്തിട്ട് കോട്ടയത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ എപ്പിസോഡിൽ ജഡ്ജായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സന്മനസ് കാണിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സാലിയെ ശുശ്രൂഷയിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വന്ന സ്ഥലം, വരുന്ന നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, സഭ, കുടുംബം, എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ. കാരണം ലോകത്തിലെ നാനാ രാജ്യങ്ങൾ അനേകർ കാണാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജിത് കുമാരി. ഞാൻ നെടുമങ്ങാടിനടുത്തുനിന്ന് ആണ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ വീട്ടിനടുത്തുള്ള ബ്ലെസ്സി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ ദിവസം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബൈബിൾ ക്വിസിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈബിൾ ക്വിസിലേക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് എന്നെയും തിരഞ്ഞെടുത്തതിനായിട്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞു, 3 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ ഒരു മോനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. മൂത്തയാൾ ആസാഫ് എന്ന പേര്. അവനെപ്പോൾ ഇനി അടുത്ത 8ാം ക്ലാസ്സിലോട്ടാണ്. രണ്ടാമത്തെ ആൾ ആശയർ, അവനെ 6ാം ക്ലാസ്സിലോട്ട്. മൂന്നാമത്തെ ആൾ UKG പഠിക്കുന്നു. പിന്നെ ഞാൻ ശരിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട് വന്നത്. ഒരു 15 വയസ്സായപ്പോഴത്തേക്കാണ് ഞാൻ പെന്തക്കോസ്റ്റ് മാർക്കറ്റിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യം AG ചർച്ചിലായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചർച്ച് ഓഫ് ഗോഡ് കുരിയാത്തി ചർച്ചിലാണ് പോകുന്നത്. പ്രവർത്തിക്കുന്നുണ്ടോ? ഞങ്ങളൊരു ക്രൈസ്റ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു മിനിസ്ട്രിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പൂർണ്ണ സുവിശേഷമല്ല, അല്ലാതെ അതുപോലെ അല്ലാത്ത സമയത്തൊക്കെ ട്രാക്റ്റുകൾ കൊടുക്കുകയും പരസ്യയോഗത്തിന് പങ്കെടുക്കുകയും
അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രൈസ്റ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയിൽ ഞങ്ങൾ 1 ഡേ കൺവെൻഷനൊക്കെ നടത്തുന്നുണ്ട്. ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടുണ്ടോ? സഭയിലോ ഇടവകയിലോ അങ്ങനെയൊക്കെ? സഭയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ സെൻട്രൽ ചർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. പട്ടത്ത് വെച്ചിട്ടായിരുന്നു, അതും ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മത്സരങ്ങൾക്കൊന്നും പങ്കെടുത്തിട്ടില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് ശേഷാമ്മ NG. ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡായ ഒരാളാണ്. ഞാൻ ഡെയിലി ബൈബിൾ ക്രൗൺ ക്വിസ് കോമ്പറ്റീഷനിൽ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തൊരു പാർട്ടിസിപ്പൻ്റ് ആകാൻ എനിക്ക് സാധിച്ചു. അതിൽ ഞാൻ ആദ്യം തന്നെ വിന്നറായി. തുടർന്നാണ് ഇങ്ങനെയൊരു ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചത്. ഇങ്ങനെയൊരു മത്സരാർത്ഥിയായി തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മലങ്കര കത്തോലിക്ക സഭയിൽ പെട്ട ഒരു അംഗമാണ്. എൻ്റെ നാട് തലവടിയാണ്. എനിക്കൊരു മോളാണുള്ളത്. ഞാൻ 22ാമത്തെ വയസ്സിൽ വിധവയായതാണ്. ഇപ്പം 47 വർഷമായി വിധവയായിട്ട്. മോളും കുടുംബവും എറണാകുളത്ത് താമസിക്കുന്നു. അവൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഹസ്ബൻഡ് നേവിയിലായിരുന്നു. ഇടവകയിലൊക്കെ പ്രവർത്തിക്കുന്നു. ഞാൻ സഭാതലത്തിൽ നല്ലതായിട്ട് ഇത് ചെയ്യുന്നതാണ്. കോമ്പറ്റീഷനൊക്കെ സഭാതലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് വരുന്നത്? എറണാകുളത്ത് മോടടുത്താണ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് മോടടുത്താണ് താമസിക്കുന്നത്. ഒരു ദീർഘയാത്രയാണല്ലോ എറണാകുളത്ത് ഇവിടെ എത്തുക. ഇന്ന് വന്നത് എറണാകുളത്തു നിന്നാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരേണ്ടിയുണ്ട്. അവരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, വളരെ സന്തോഷം. ഇത്രയും ദീർഘയാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന. എന്തോ പ്രായമുണ്ട് ഞാൻ ചോദിച്ചാൽ? എനിക്ക് 70 വയസ്സ്. 70 വയസ്സ്. 70 വയസ്സായി. 70 വയസ്സൊന്നും ഇവിടെ ഒന്നുമില്ല. 82 വയസ്സുള്ളവരായി വന്ന് കോമ്പീറ്റ് ചെയ്തത്. ഞാനോർത്ത് ഞാനായിരിക്കും ഏറ്റവും പ്രായം കൂടിയാണ്. 82 വയസ്സുള്ളവരുണ്ട്. അവരുടെ മകളും ഇവിടെ വന്ന് കണ്ടു. അമ്മയും മകളും 2 എപ്പിസോഡിൽ ഇവിടെ വന്ന് മത്സരിച്ചു. സ്വാഗതം കർത്തൃനാമത്തിൽ. ഇതൊരു അനുഭവമായിട്ട് മാറട്ടെ. അടുത്തതായിട്ട് സുബിനസ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സുബിനസ്. ഞാൻ ആരനാട് വലിയമല ചേരപ്പള്ളി എന്ന ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ കടന്നു വന്നത്. ഈ മെഗാ ബൈബിൾ ക്വിസിലെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിൽ മാതാവ്, സഹോദരൻ, ഞങ്ങൾ 3 പേരാണ്. പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. 4 വർഷത്തിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മാതാവ് ഇപ്പോൾ വിദേശത്ത് ഒരു ചെറിയൊരു ജോലിയായിട്ടായിരിക്കുന്നു. ഞാൻ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ പഠനം പൂർത്തീകരിച്ചില്ല. 4 വർഷമായി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ BD എത്ര വർഷത്തെ കോഴ്സാണ്? BD 5 വർഷത്തെ കോഴ്സുണ്ട്. ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി. ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BD ആണ്. BD അതെ, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BD സെക്കൻഡ് ഇയർ, അടുത്ത 3rd ഇയറിലോട്ട് പോവാം. അതെ. ഏത് യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേറ്റഡ് ആയിട്ടുള്ളത്? സെനറ്റ് ഓഫ് സെറാംപൂർ. സെറാംപൂർ യൂണിവേഴ്സിറ്റി. ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കേ. അത് ഏത് ബൈബിൾ കോളേജിന്റെ പേരെന്താ? ബഥേൽ ബൈബിൾ കോളേജ്, പുനലൂർ. പുനലൂർ. അതെ അതെ. ഓക്കേ. അത് ഡയറക്റ്റ് സെറാംപൂർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിരിക്കുക. വെരി ഗുഡ്. അതെ. എന്തെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങൾ വല്ലതും ഉണ്ടോ നിങ്ങളുടെ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ? അതെ, 2 പ്രാവശ്യം മിഷണറി ആയിട്ട് നോർത്തിലോട്ട് പോകാൻ ദൈവം സഹായിച്ചു. പിന്നെ സഭയുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ഡിവിനിറ്റി കോഴ്സിൽ നിങ്ങൾക്ക് ഈ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞ ഒരു അതെ ഒരു ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതെ അതെ, അങ്ങനെ ഫീൽഡ് വർക്കിന് പോകേണ്ടതുണ്ടല്ലേ? അതെ അതെ, അങ്ങനെ 2 പ്രാവശ്യം നോർത്തിലോട്ട് പോയി. അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങളുടെ കോളേജിലൊക്കെ കാണുമല്ലോ ധാരാളം? ആ കോളേജിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉണ്ട്. അതെ. സഭയിലും ഉണ്ട്. സഭയിലും ഉണ്ട്. അതെ. AG. അപ്പോൾ അവിടെയും ഇതുപോലെ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ വന്ന മത്സരാർത്ഥികൾ പലരും പറഞ്ഞിട്ടുണ്ടോ? അതെ അതെ. ഓൾ ദ ബെസ്റ്റ്. അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഷൈനി. ഞാൻ കാട്ടാക്കടയിൽ തൂങ്ങാമ്പാറയിൽ നിന്ന് വരുന്നു. തൂങ്ങാമ്പാറ CSI ചർച്ചിലെ അംഗമാണ്. ചർച്ച് വഴിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നതും ചർച്ചിലെ ഡീക്കനാണ് എൻ്റെ പേര് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ഒരു മത്സരാർത്ഥിയായി തിരഞ്ഞെടുത്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. തൂങ്ങാമ്പാറ CSI ചർച്ചിലെ സഭാംഗമാണ്. ഭർത്താവ് കൂടെ വന്നിട്ടുണ്ട്. ഡ്രൈവറാണ്. ഒരു കുഞ്ഞുണ്ട്. ഇനി UKGയിൽ നിന്നും 1 പോവുകയാണ്. സഭാതലത്തിലുള്ള പ്രവർത്തനങ്ങളിലും കോമ്പറ്റീഷനിലൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ ഇപ്പോഴത്തെ ആദ്യത്തെ സ്റ്റേജിലാണ് നിങ്ങളെല്ലാവരും മത്സരിക്കുന്നത്. ആ സ്റ്റേജിൻ്റെ പേര് മോശ സ്റ്റേജ് എന്നാണ്.
4 റൗണ്ടിലാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ഒന്നാമത് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്, പഴയ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒരാൾക്കൊരു ചോദ്യം മാത്രം. അപ്പോൾ 4 ചോദ്യങ്ങൾ. അടുത്ത റൗണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്, പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഓരോ ചോദ്യം. അത് കഴിഞ്ഞ ശേഷം ടെസ്റ്റിമണി റൗണ്ട്, നിങ്ങളുടെ സാക്ഷ്യം, ക്രിസ്തീയ സാക്ഷ്യം, നിങ്ങളെങ്ങനെയാണ് കർത്താവിന് വേണ്ടി ജീവിച്ചെന്നോ കർത്താവിൻ്റെ അനുഭവം, വാട്ടവർ നിങ്ങളുടെ സാക്ഷ്യം, അത് 3ാമത്തെ റൗണ്ടാണ്. അടുത്തതായിട്ടുള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കും. ഈ എപ്പിസോഡിൽ ഫസ്റ്റും സെക്കൻഡുമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റേജ് ജോഷുവ സ്റ്റേജാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തിരഞ്ഞെടുക്കുമ്പോൾ 2 പേർക്ക് സമമായ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ബൈബിൾ ബോംബ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് അടുത്ത ആളിനെ തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആദ്യമേ ആൻസർ പറയുന്നവർക്കായിരിക്കും അടുത്ത സ്റ്റേജിലേക്കുള്ള സെലക്ഷൻ ലഭിക്കുക. വളരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം പറയുന്നവർക്ക് 5 മാർക്ക് ലഭിക്കും. എന്നാൽ ഉത്തരം തെറ്റിപ്പോയാൽ -2 മാർക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായ ഉത്തരമാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ നാം ഗസ് ചെയ്ത് ഒരു ഉത്തരം പറഞ്ഞാൽ അത് തെറ്റിപ്പോവുകയാണെങ്കിൽ -2 മാർക്സ്. രണ്ടാമത്തെ ആളാണ്, ആദ്യത്തെ ആളുടെ മറുപടി പറയാൻ കഴിഞ്ഞില്ല, രണ്ടാമത്തെ മത്സരാർത്ഥിയാണ് ശരിയായ ഉത്തരം നൽകുന്നതെങ്കിൽ 4 മാർക്കേ ലഭിക്കുകയുള്ളൂ. ഓൾറൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഒരു ഘടന. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സുബിൻ? ഒന്നുമില്ല. ഓൾറൈറ്റ്, ആൻഡ് കംഫർട്ടബിൾ ആണല്ലോ? എവറിഥിങ് ഫൈൻ? അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. നാം ഇവിടെ ആരംഭിക്കുകയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. ആദ്യത്തെ ചോദ്യം അജിതയോടാണ്. ഗെരാർ രാജാവായ അബീമേലെക്കിന്റെ ഭാര്യയെയും ദാസികളെയും സൗഖ്യമാക്കുകയും അവർ പ്രസവിക്കുകയും ചെയ്തത് ആരുടെ പ്രാർത്ഥനയാലാണ്? പാസ്. അബ്രഹാമിൻ്റെ. ശരിയായ ഉത്തരമാണ്. അബ്രഹാമിന്റെ പ്രാർത്ഥനയിലാണ് ഗെരാർ രാജാവായ അബീമേലെക്കിന്റെ ഭാര്യയും ദാസിമാരും സൗഖ്യമാകുകയും അവർ പ്രസവിക്കുകയും ചെയ്തത്. സോ മിസ്റ്റർ ശോശാമ്മ ഗെറ്റ്സ് 4 മാർക്സ്, 4 മാർക്ക്. റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ശോശാമ്മയോടാണ്. ഏലി എന്ന പുരോഹിതന്റെ കൊച്ചുമകന്റെ പേരെന്താ? ഇക്കാബോത്ത്. ഉത്തരം വളരെ ശരിയാണ്. മിസ്റ്റർ ശോശാമ്മയ്ക്ക് 5 മാർക്സ് ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്. മൂന്നാമത്തെ ചോദ്യം മിസ്റ്റർ സുബിനോടാണ്. യെരുശലേം ദേവാലയത്തിന്റെ പണിക്കായി ശലോമോൻ എത്ര ചുവട്ടുകാരെ ഉപയോഗിച്ചു? പാസ്. യെസ് ഷൈനി? പാസ്. അജിത? 72,000. എന്തോ? 72,000. ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ശരിയാണോ? ഉത്തരം വളരെ തെറ്റാണ്. ശോശാമ്മ? പാസ്. അജിത 2,000 പേരെ കൂടെ കൂട്ടിക്കൊടുത്തു. തെറ്റാണ് മറുപടി. 70,000 പേരെയാണ്. മൈനസ് മാർക്കാണ് അജിതയ്ക്ക് ലഭിക്കുന്നത്. കാരണം പുള്ളിക്കാരി പറഞ്ഞ 72 എന്നാണ്. 1 രാജാക്കന്മാർ 5:16 വായിക്കാൻ പറ്റും. 1 രാജാക്കന്മാർ 5:16. 70,000 ചുമട്ടുകാരെയാണ് ശലോമോൻ ഉപയോഗിച്ചത്. സാരമില്ല, നമുക്കൊരു സന്തോഷം 2 പേരോടെ കൂട്ടിയിരുന്നുണ്ട് അല്ലേ? റൈറ്റ്. നമ്മുടെ 4ാമത്തെ ചോദ്യം. നല്ല വാർത്ത ശരീരത്തിന്റെ ഏതു ഭാഗത്തിനാണ് ഉന്മേഷം പകരുമെന്ന് ശലോമോൻ പറയുന്നത്? പാസ്സാണ്. അജിത? ഹൃദയത്തിന്. ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ്. ശോശാമ്മ? പാസ്സാണ്. യെസ് മിസ്റ്റർ സുബിൻ? പാസ്. ഷൈനോടാണ് ആദ്യമേ ചോദിച്ചത്. അപ്പോൾ -2 മാർക്സ് അജിത്തേക്ക് ലഭിച്ചു അല്ലേ? അത് നല്ല വാർത്തയല്ല. അസ്ഥികൾക്ക് സദൃശവാക്യം 15-ാം അധ്യായം 30-ാം വാക്യം. നല്ല വാർത്ത അസ്ഥികൾക്ക് ഉന്മേഷം പകരും. ഹൃദയം തൊട്ടടുത്താണ് എങ്കിൽ പോലും അസ്ഥികൾക്കാണ് ഉന്മേഷം പകരുന്നത് ശലോമോൻ പറയുന്നു. ഓൾറൈറ്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ടിലൂടെ പൂർണ്ണമാകുകയാണ്. അടുത്തതായിട്ട്
ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്, പുതിയ നിയമ റൗണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തിമോത്തിയോസിന്റെ വല്യമ്മയുടെ പേര് എന്താണ്? പാസ്. യെസ്, സുബിൻ. ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ ഓർമ്മ വരുന്നതിനൊക്കെ പറഞ്ഞാട്ടെ. അകത്തിരുന്നാൽ പോരാ, പുറത്തോട്ട് വരണം. സാരമില്ല, നമ്മുടെ സമയപരിധി ഉണ്ട് ഇതിന്. 30 സെക്കൻഡാണ് പറയേണ്ട സമയം, ഞാനിപ്പോൾ 40 സെക്കൻഡായി. യെസ് ശോശാമ്മ. പാസ്. ഷോ, വളരെ എളുപ്പമായ ചോദ്യമല്ലായിരുന്നു. ഓക്കെ, പാസ്. യെസ് അജിത. യുണീക്ക. യുണീക്ക. -2 മാർക്സ് ഫോർ അജിത. ലോവിസ് ആണ്. അറിയത്തില്ലേ? ഏറ്റവും സിമ്പിളായിട്ടുള്ളതും സാധാരണ ക്വിസ് കോമ്പറ്റീഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓൾറൈറ്റ്, സാരമില്ല. 2 തിമോത്തിയോസ് 1:5 അത് കാണാൻ കഴിയും കേട്ടോ. ഓൾറൈറ്റ്, രണ്ടാമത്തെ ചോദ്യം സുബിനോടാണ്. ഓർമ്മയ്ക്കൊന്ന് പുതുക്കാൻ പച്ച വെള്ളപ്പിലോ കാപ്പി ചായ ഒന്ന് റിവേറ്റ് ചെയ്യാൻ വേണ്ട. റൈറ്റ്, ആർക്കെങ്കിലും? എവരിബഡി ഈസ് ഓക്കെ. ഓൾറൈറ്റ്, രണ്ടാമത്തെ ചോദ്യം. പൗലോസിനെ വിട്ടുപോയ 2 ആസ്യാക്കാർ ആരായിരുന്നു? പാസ്. പാസ്. യെസ്, പാസ്. പാസ്സാണ്. അജിത. പാസ്. യെസ് ശൈലി. പാസ്. പാസ്സാണ്. ശരി. ഫ്യൂഗലോസും ഹെർമോഗനേസും 1 തിമോത്തിയോസ് 1:15 കാണാൻ കഴിയും. ഓൾറൈറ്റ്, മൂന്നാമത്തെ ചോദ്യം ആരോടാണ്? തെസ്സലോനിക്കയിൽ വരുവാൻ പൗലോസ് 1-ലധികം പ്രാവശ്യം വിചാരിച്ചിട്ടും തടസ്സപ്പെടുത്തിയത് ആരാണ്? പരിശുദ്ധാത്മാ. സാരമില്ല. -2 മാർക്സ് ഫോർ ശോശാമ്മ. യെസ് അജിത. പാസ്. പാസ്സാണ്. യെസ് ഷൈനി. പാസ്. പാസ്സാണ്. സുബിൻ. പിശാച്. എക്സാക്ട്ലി. എന്തെത്ര പേടി? സാത്താൻ. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് സാത്താൻ എന്നാണ്. നേരെ ശോശം ഓപ്പോസിറ്റ് അയ്യോ എന്ന് ഞാൻ പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. സാത്താനാണ് പൗലോസിനെ തടഞ്ഞത്. അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 2:18 കാണാൻ കഴിയും. ഓൾറൈറ്റ്, സോ സുബിൻ ഗെറ്റ്സ് 4 മാർക്സ്. റൈറ്റ്, അവസാനത്തെ ചോദ്യം താങ്കളാണ്. വിക്കനും ചെകിടനുമായവനെ സൗഖ്യമാക്കുവാൻ യേശു തുറന്നു വരിക എന്നർത്ഥമുള്ള ഏത് വാക്കാണ് ഉപയോഗിച്ചത്? യഫത. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. അജിതയ്ക്ക് 5 മാർക്ക് ലഭിക്കും. റൈറ്റ് ആൻസർ. പുതിയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക് അനുഗ്രഹ നിറവിന്റെയും ആത്മസന്തോഷത്തിന്റെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ്. മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് ഈ കേന്ദ്രത്തിൽ വരുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈ മ്യൂസിയം, ഈ പ്രാർത്ഥന കേന്ദ്രത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നതിനും ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരവേലയല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക?
ആയതിനാൽ ഡോക്ടർ മാത്യൂസ് വർഗീസ് എന്ന ദൈവമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ആ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ നന്മ വഴിയായി അനേകർക്കും അദ്ദേഹം പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു വലിയ ദൈവിക സമ്മാനമാണ് ഈ മ്യൂസിയം. ഞാൻ ഡോക്ടർ മാത്യൂസ് വർഗീസിൻ്റെ സമർപ്പണത്തെ അഭിനന്ദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472 283 4848, 0472 283 4949. മൊബൈൽ 9495 828 444, 9495 998 555. അടുത്തതായിട്ട് നമ്മുടെ ടെസ്റ്റ് മണി റൗണ്ടാണ്. അഞ്ച് മിനിറ്റ് അലോ ചെയ്തിട്ടുണ്ട്. അഥവാ ഇനി 1 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല. 5 മാർക്കാണ്. മാർക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം അനുസരിച്ചെന്നുള്ളേ ഉള്ളൂ, അല്ല സാക്ഷ്യത്തിന് മാർക്ക് അറിയാൻ സാധ്യമല്ലല്ലോ. എന്നാലും ഈ ഒരു മത്സരത്തിൻ്റെതായിട്ടുള്ള പരിധിയിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒരു ടോക്കൺ അത്രമാത്രം. അപ്പോൾ ആദ്യത്തേത് അജിത്തേക്കാണ്. യെസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനായിട്ട് ദൈവനാമത്വമായി കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നത്. അതിന് സർവ്വമഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഞാനൊരു ജനിച്ചു വളർന്നത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ്. അതായത് അച്ഛൻ RCയും അമ്മ ഹിന്ദുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒത്തിരി ഞങ്ങളുടെ ജനശേഷമൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നുപോയി. അതായത് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടൊക്കെ വളരെ രോഗങ്ങളാലൊക്കെ വളരെയധികം ഭാരപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളാണ്. മൂത്തതൊരു ചേട്ടനാണ്, രണ്ടാമത്തെ ചേച്ചി, മൂന്നാമത്താണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അച്ഛനും കൂലിപ്പണിയാണ്, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ 3 പേരെയും വളർത്താനായിട്ട് അച്ഛനും വളരെയധികം കഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഒത്തിരി മാരകമായിട്ടുള്ള പൈശാചികമാകുന്ന ഒരു രോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രികൾ കയറി ഇറങ്ങി, അതുപോലെ തന്നെ മന്ത്രവാദവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. യാതൊന്നിലും ഒരു പരിഹാരവും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരുന്ന സ്ഥാനത്താണ് ഒരു ഹിന്ദുവായ ഒരു അമ്മച്ചി പറഞ്ഞു, അടുത്തൊരു ചർച്ചുണ്ട്, അവിടെ നിങ്ങൾക്ക് കടന്നു പോകാം, അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുവാണ്, അവിടെ പോയാൽ നിങ്ങൾക്ക് വിടുതല കിട്ടുമെന്ന് പറഞ്ഞത് മുഖാന്തരം ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾ മക്കളുമായിട്ട് അവിടെ കടന്നുപോയി. ആ കടന്നുപോയിരിക്കുന്ന ആ അവസരത്തിൽ ഒരു പ്രാർത്ഥനയുടെ തന്നെ പൈശാചികമാകുന്ന ബാധകൾ ഒത്തിരി ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവത്തിലൂടെ ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുവാനിടയായി. അന്നു മുതൽ ഇന്ന് വരെയും ദൈവം നടത്തുന്ന വലിയ ആ വൻകൃപകളെ ഓർത്താൽ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് ഞങ്ങൾ 3 പേരും വിവാഹിതരാണ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം ഞങ്ങൾക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല തലമുറകളെ തന്നു. എന്നാൽ ചില സാഹചര്യങ്ങൾ ഞങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്കും പിന്നെയും ചില ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ദൈവം ജീവിതത്തിൽ തന്നു. അവിടെയെല്ലാം പല സാഹചര്യങ്ങളിലും മരണത്തിന് മുഖാമുഖമായി കണ്ടു. അതുപോലെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടെ നടന്ന് കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. 3 സഹോദരങ്ങളും അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവത്തെ അറിയുവാൻ, ആ ഒരു വിഗ്രഹ ആരാധനയിൽ നിന്നും കല്ല് മണ്ണിലുള്ള ആരാധന, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന, നമ്മെ അധികമായിട്ട് സ്നേഹിക്കുന്ന, ജീവനെ തന്ന, അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി തന്ന ആ ദൈവത്തെ
രുചിച്ചറിയുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവ ഈ അവസരങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ വിദ്യാഭ്യാസം എൻ്റെ വീട്ടിലെ ഞങ്ങൾ സഹോദരങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പിതാവ് അത്രയും വളരെ ബുദ്ധിമുട്ടിനിടയിലും പറഞ്ഞു, മോൾ എത്ര പഠിച്ചാലും അതിന് എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡിഗ്രി വരെ പഠിക്കാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞാൻ ഡിപ്ലോമ ഇൻ ജേർണലിസം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് മാതൃസേവനം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് കഴിഞ്ഞത്. അതിനുശേഷം 2 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് വിവാഹമൊക്കെ കഴിഞ്ഞ്. പിന്നെ ആ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ അധികം ചെയ്തില്ല എങ്കിലും കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിലും അതുപോലെ ദൈവം തരുന്ന സമയമൊക്കെ മറ്റുള്ളവരോട് സുവിശേഷം പറയാനും പരസ്യങ്ങൾക്ക് പങ്കെടുക്കാനും ഒക്കെ എന്നെ ദൈവം സഹായിക്കുന്നു. ഇതുവരെയും ദൈവം നിലനിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. സാക്ഷ്യത്തോടനുബന്ധിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിച്ചോളട്ടെ. അതെ, അമ്മ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. രണ്ടാമത്തെ ചോദ്യം, പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടിട്ടാണ് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നുപോയത്. അവിടെ ചെന്നിട്ട് വിടുതൽ ലഭിച്ചോ? വിടുതൽ ലഭിച്ചു. ഞാൻ നയിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്ന അങ്ങനെയല്ല. ഞാൻ നയിക്കുന്നത് ആഗോള വ്യാപകമായി പ്രവർത്തിക്കുന്ന വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. ഏകദിനം, ത്രിദിനം, സപ്തദിനം, ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയാണ് ലോകത്തിന് 4 രാജ്യങ്ങളിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ല ഈ ജാതി വിട്ടുപോയില്ല. കാരണം മത്തായിയുടെ സുവിശേഷം 17:21. അപ്പോൾ അങ്ങനെ 100 കണക്കിന് ആൾക്കാർക്ക് വിടുതലും ആശ്വാസവും പ്രത്യാശയും പകരുന്ന ശുശ്രൂഷ ഉപവാസ പ്രാർത്ഥനയിലാണ്. അപ്പം നിങ്ങൾക്കും അത് അനുഭവമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഉപവാസം നയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഉപവാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ടോ? അല്ല മറ്റ് ഉപവാസ പ്രാർത്ഥന നയിക്കുന്നിടത്ത് പോയി അതിൽ ജോയിൻ ചെയ്യുകയാണോ? എങ്ങനെയാണ്? ഇല്ല, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ. രാവിലെ ആഹാരം കഴിക്കില്ല, രാത്രി ആഹാരം കഴിക്കും. അപ്പൊ 24 മണിക്കൂർ ആകുന്നില്ല, 12 മണിക്കൂർ. 12 അത് അർദ്ധദിന ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ പൂർണ്ണമായ ഉപവാസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്. അപ്പം രാത്രി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ അത് ശരിയായിട്ട് ഒരു ദിവസം എന്ന് പറയാം. കാരണം രാത്രി അത്താഴം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാത്രി എന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വേറിട്ട് ദിവസം തന്നെ ഇരിക്കുമ്പോൾ ഏകദിന ഉപവാസ പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ 29 തൊട്ട് 30-ാം തീയതി വരെ ഏകദിന ഉപവാസ പ്രാർത്ഥന നടത്തുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ 4 രാജ്യം ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന നയിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ അവിടെയൊക്കെയും അന്ധകാരത്തിലെ ബന്ധനങ്ങളെ കർത്താവ് തകർത്ത് കളയുന്നത് കാണാം. അനേക സഹോദരങ്ങളെ വിടുതൽ പ്രാപിക്കുവാൻ കൊണ്ടും സഹായിക്കുന്നത് കാണാൻ കഴിയും. കാരണം ഈ അന്ധകാര ബന്ധങ്ങളെ തകർക്കുവാനോ പൈസ വിടുവിക്കുവാനോ തക്കവണ്ണമുള്ള ശുശ്രൂഷകൾ വളരെ വിരളമാണ്. പക്ഷെ നമുക്കൊരു കൺവെൻഷൻ നടത്താം, ഒരു പ്രസംഗ ശുശ്രൂഷ നടത്താം, ബാക്കി പല പല കാര്യങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിയും, പബ്ലിസിറ്റി കൊടുത്ത് നടത്താൻ കഴിയും. പക്ഷേ ഈ അന്ധകാര ശക്തിയിൽ അല്ലെ അന്ധകാര ബന്ധനങ്ങളിൽ പെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കുവാൻ ഒരു ശുശ്രൂഷ സഭകൾ നടത്തുന്നില്ല. അല്ലാതെ ഇവിടെ നടത്തുന്ന ഒരുപാട് കൂട്ടായ്മകൾ ശുശ്രൂഷ അവിടെയും നടത്തുന്നത് കാണുവാൻ വളരെ പ്രയാസമാണ്. കാരണം ഇത് ഉപവാസവും പ്രാർത്ഥനയാലും മാത്രമേ ഇത് പോവുകയുള്ളൂ. ചുമ്മാതെ കയറി ഉപവസിക്കുവാനും സാധ്യമല്ല. അത് അനുഭവമാണ് അല്ലേ? പക്ഷെ താങ്കളും അനേകരെ ഈ ഉപവാസ പ്രാർത്ഥനയോടെ നയിക്കണം. എന്താണ് ഉപവാസത്തിൻ്റെ മാധുര്യമെന്നും ഉപവാസത്തിൻ്റെ ശക്തിയെന്നും മനസ്സിലാക്കാൻ. ഞാൻ ഈ ശുശ്രൂഷയൊക്കെയും ഇത്രത്തോളം നടത്തുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിലാണ്. ലോകത്തിനെമ്പാടും 8 പേരടങ്ങിയ ഒരു ശുശ്രൂഷ ആരംഭിച്ചതാണ് 40 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബൈബിൾ മ്യൂസിയം, അതിൻ്റെ ടെലിവിഷൻ ചാനൽ, അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും പുതിയ ശക്തികൾ പ്രാപിപ്പാൻ സഹായിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. അജിത കുമാരി 4 മാർക്ക്. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. അതിൽ 4-മത്തെ ആളാണ് ഞാൻ. എന്നെ 20-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു. അത് മലങ്കര കത്തോലിക്ക ഇടവകയിലാണ്. 22-ാമത്തെ വയസ്സിൽ ഞാൻ വിധവയായി. എനിക്ക് വളരെയധികം ഭാരമുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, തമ്പുരാനെ
നീ എനിക്ക് ദാനം തന്ന പൈതന്നെ വളർത്തുവാൻ ആരുടെ മുന്നിൽ കൈ നീട്ടുവാൻ നീ എനിക്ക് അനുവാദം തരല്ലേ. എൻ്റെ പൈതന്നെ വളർത്തുവാൻ എനിക്കൊരു ജീവനമാർഗം വേണമെന്ന് ഞാൻ ദൈവത്തോട് നിരന്തരമായിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടതായിരിക്കും. എനിക്ക് പുഷ്പഗിരിയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു. ഞാൻ പഠിത്തം പൂർത്തിയാക്കി. ഇത്രയും വേഗം എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. ഇപ്പോൾ റിട്ടയർഡായി. എനിക്കൊരു മോളാണുള്ളത്. ആ മോളെ വിവാഹം ചെയ്ത് നേവിയിലെ ജോലി ചെയ്ത ഒരു മോനാണ് വിവാഹം കഴിച്ചത്. അവൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്തവള് ബിൽഗ, രണ്ടാമത്തവള് മിൽക്ക. എൻ്റെ മോൻ്റെ പേര് ജെയിംസ്, മോളുടെ പേര് മേരി, അല്ലെങ്കിൽ ആ വീട്ടിൽ വിളിക്കുന്നത് പ്രേമ. ഇനിയോളം ദൈവം വഴി നടത്തി. ദൈവം വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് എനിക്ക് പറഞ്ഞാൽ എണ്ണിയാൽ തീരില്ല. അത്രമാത്രം തമ്പുരാന് വിധവയെ യഥാർത്ഥമായിട്ട് മാനിക്കുന്ന ഒരു ദൈവം ഈ വിധവയെ മാനിച്ച് ഈ നിമിഷം വരെയും പരിപാലിച്ചു. ഞാൻ അനേകർക്ക് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പറയുന്നത്, വിധവ അത് നമ്മുടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത് പോലെ തന്നെ വിധവയെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതോർത്ത് ആരും ഭാരപ്പെടേണ്ട. യഥാർത്ഥമായി വിധവയായി ജീവിക്കുന്നവർക്ക് അന്ത്യം വരെയും ദൈവത്തുണയുണ്ടായിരിക്കും. എൻ്റെ മോള് ടീച്ചറാണ്. ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞു. മോൻ നേവിയിലാണ്, ഇപ്പോൾ റിട്ടയർഡായി. മൂത്തവള് എൻ്റെ കൊച്ചുമക്കളിൽ മൂത്തവള് ഡിഗ്രി പഠിക്കുന്നു. രണ്ടാമത്തവൾ 10ാം ക്ലാസ് പാസ്സായി. ഞങ്ങൾ യഥാർത്ഥമായിട്ട് ഞങ്ങൾ കുടുംബമായ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്നു. ഇന്നുവരെയും ദൈവം ഒന്നിനും മുടക്കം വരുത്തിയിട്ടില്ല. അതെനിക്കൊരു സാക്ഷിയായിട്ട് ഇവിടെ പറയുവാനായിട്ട് എനിക്കൊരു അവസരം തന്നതിന് വളരെയധികം നന്ദി. എൻ്റെ ദൈവം വിധവയെ മാനിക്കുന്ന ദൈവം തന്നെയാണ്. ആത്മാർത്ഥമായി വിധവയായി ജീവിച്ചാൽ ദൈവം ഒരിടത്തും കൈവിടില്ല. പക്ഷെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. പ്രാർത്ഥനയല്ലാതെ ദൈവവുമായി നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥന. അത് നമ്മൾ അന്ത്യം വരെ നിലനിർത്തിയാൽ ദൈവം നമ്മളെ ഒരു നാളും കൈവിടില്ല. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ദൈവം ഒരുക്കി തന്നല്ലോ. ഇത്രയും പ്രായമായി എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. ഞാൻ ഈ പ്രോഗ്രാമിലൊക്കെ TV-യിൽ കൂടെ ചാനലിൽ കൂടെ കാണുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, തമ്പുരാനെ എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരവസരം തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി കരയേറ്റുന്നു. ഇതോടുകൂടി എൻ്റെ സാക്ഷ്യം. 2 കാര്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, സഭയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു. സഭയിൽ നിന്ന് തന്നെ രക്ഷയുടെ അനുഭവം. ഞാനും എൻ്റെ സഭയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ലോകവ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭ വിശ്വാസം. സഭ ഒരിക്കലും നമ്മളെ സ്വർഗരാജ്യത്തിലെത്തിക്കില്ല സാർ. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ നമ്മുടെ ദൈവം അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണ്. വിധവമാരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ഏറ്റവും അടുത്ത അനേക കുടുംബങ്ങൾ, അനേക സഹോദരന്മാർ വിധവമാരാണ്. പക്ഷെ അവരെയൊക്കെ ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. പക്ഷെ ഒരു കാര്യം സങ്കടത്തോടെ പറയട്ടെ, സഭയിൽ നിന്ന് ഇങ്ങനെയുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് ഒരു പ്രത്യേക കരുതൽ ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. വിധവയാണ്, അതൊരു ഫെയ്റ്റ്, അങ്ങനെ പോകുന്നു എന്നല്ലാതെ ആ വിധവന്മാരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനോ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ ഒന്നും സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഓർത്തഡോക്സ് സഭയെ കാണുന്നില്ല. എനിക്കറിഞ്ഞുകൂടാ മലങ്കര കത്തോലിക്ക സഭയിൽ അങ്ങനെ വിധവമാർക്കായിട്ടുള്ള ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ അവർക്കായിട്ട് പ്രത്യേക ശുശ്രൂഷകളോ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മൊത്തമായിട്ട് പറയുമ്പോൾ ഏത് സഭയിലായിരുന്നാലും ശരി, ഈവൻ കർത്താവിൻ്റെ കാലത്ത് പോലും അവർ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്നത്തെ കാലത്ത് വിധവമാർക്ക് മുൻപോട്ട് വരാൻ സാധ്യമല്ല. അവർ വീട്ടിലാരും ഗസ്റ്റ് വന്നപ്പോൾ ഒരു പുറയിലേ നിൽക്കുകയുള്ളൂ. കാരണം യഹൂദ മതത്തിൻ്റെ വിശ്വാസാചാരങ്ങൾ പ്രകാരം ഈ വിധവയാകുന്നത് ഒരിക്കലും ഒരു ഭൂഷണമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഒരിക്കലും മുൻപോട്ട് വിവാഹ ചടങ്ങുകളിലൊക്കെ അവർ പുറകിലായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് വിധവമാർക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സിസ്റ്ററിന് ഇതുപോലെ വിധവകളായിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്, സഭയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെയും ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം തന്നെയല്ല, യു ആർ എഡ്യൂക്കേറ്റഡ്, ഇതിനെപ്പറ്റിയൊക്കെ വളരെയധികം നമ്മുടെ ഈ അനേകർക്ക് ഈ ഒരു
മാർഗത്തിലേക്ക്, അതായത് പ്രത്യാശയിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം ഈ തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. ഒരു പുരുഷന് ഇങ്ങനെയുള്ളവരെ എടുത്ത് അവരെ വഴി നടത്തുക കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം വിധവന്മാരായിട്ട് ഇപ്പോൾ ഞാൻ ശുശ്രൂഷയുണ്ട്, പക്ഷേ എനിക്ക് വിധവന്മാർക്കായിട്ട് മാത്രം ഒരു ശുശ്രൂഷ നടത്താൻ എൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ താങ്കളൊരു വിധവയാണ്, അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സഹോദരിമാർക്ക് മാർഗദീപമാകുവാൻ തക്കവണ്ണം, അവരെ തക്കവണ്ണം ഒരു ശുശ്രൂഷ നടത്തുന്നത് ഏറ്റവും അഭികാമ്യമെന്ന് മാത്രമല്ല ദൈവസ്ഥാനത്തിൽ ഏറ്റവും വിലയുള്ളൊരു കാര്യമാണ്. കാരണം വൈധവ്യം എന്ന് പറയുന്നത് അത്രമാത്രം ഏകാന്തതയുടെയും വേദനയുടെയും ഒക്കെ ഒരു മാർഗമാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും നമ്മളെ ആ രീതിയിൽ കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായ ബന്ധപ്പെടം. ഇങ്ങനെയൊക്കെ ഒരുപാട് പരിമിതികളിൽ കൂടെ കടന്നു പോകുന്ന സഹോദരിമാർക്ക് ഒരു ആശ്വാസവും പ്രത്യാശയും പകരുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തണലായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മിനിറ്റ്. ശോശാം MG 4 marks. ഒരിക്കൽ കൂടി പ്രിയ സാറിനും അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ജഡ്ജസിനും അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട ചായിക്കുളം എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് മിഷണറി ആയിട്ട് ഹൃദയദാസൻ എൻ്റെ പിതാവ്, എനിക്കന്ന് 6 മാസം പ്രായമാണുള്ളത്, എൻ്റെ ചേട്ടന് 1.5 വയസ്സ് പ്രായം, എൻ്റെ മാതാവുമായിട്ട് ആ ദേശത്തേക്ക് ഒരു സുവിശേഷ പ്രവർത്തനമായിട്ട് കടന്നുപോയി. എൻ്റെ പിതാവിന് ചെറിയ ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയോടൊപ്പമാണ് ദൈവവേല ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞങ്ങളുടെ ഭവനത്തിലെ ആഹാരം ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്പം കഞ്ഞിവെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിച്ച് അവർ ഞങ്ങൾക്ക് ആഹാരം നൽകി കിടന്നുറങ്ങി. രാത്രിയിൽ ഏകദേശം 11 മണിയായപ്പോൾ തൊട്ട് അടുത്തുള്ള ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു സഹോദരൻ ആങ്കിള് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. ഞങ്ങളുടെ വാതിൽ മുട്ടി. പിതാവ് വാതിൽ തുറന്നു, ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിൽ ഒരു വെള്ള വസ്ത്രമിട്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ദേവദാസനും കുഞ്ഞുങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ആ രാത്രി തന്നെ അടച്ച കട തുറന്നതിന് ശേഷം ആഹാരവും ആ അരി സാധനങ്ങളുമായിട്ട് ഈ പ്രിയ അങ്കിള് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരേണ്ടിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ആഹാരം വെച്ചു, ഭക്ഷിച്ച് കിടന്നുറങ്ങി. കഴിഞ്ഞ 2022 ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. ആ ദിവസം 2 ദിവസത്തിന് ശേഷം എൻ്റെ മാതാവാണ് എന്നോട് ഈ സാക്ഷ്യങ്ങൾ എന്നോട് പറയാനിടയായി തീർന്നത്. അങ്ങനെ ആ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉത്തേജനമായി പ്രചോദനമായി. എൻ്റെ പിതാവ് ഏകദേശം 25 വർഷത്തോളം ദൈവവേലയിലായിരുന്നു. അങ്ങനെ സുഖമില്ലാതെ ഷുഗർ ബാധിച്ച് കിഡ്നി കരൾ എല്ലാം ബാധിച്ച് അങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനിടയായി തീർന്നത്. അതിനുശേഷം എനിക്കും ആഗ്രഹമായിരുന്നു എൻ്റെ പിതാവിനെ പോലെ ഒരു പാസ്സാകണം, ദൈവത്തിൻ്റെ ഒരു ദാസനാകണം, ദൈവം വചനം പ്രസംഗിക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടെ ഈ ഒരു സാക്ഷ്യം കൂടി എനിക്ക് കേട്ടപ്പോൾ അതെനിക്കൊരു പ്രചോദനമായി. അങ്ങനെയാണ് 2022 ജൂൺ മാസം പുനലൂർ ബദൽ ബൈബിൾ കോളേജിലേക്ക് പഠിക്കുവാനായിട്ട് ഞാൻ കടന്നുപോയത്. അതിനു മുമ്പ് വെള്ളനാട് KSRTCയിൽ 6 മാസം മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് IT ഡീസൽ മെക്കാനിക്കായിരുന്നു ഞാൻ പഠിച്ചത്. അങ്ങനെ ആ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മിഷണറി പ്രവർത്തനങ്ങളുമായിട്ട് നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ പരസ്യങ്ങളിലെല്ലാം ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര നാളാണോ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്, അതുവരെയും ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി പോകാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം, എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് അഡ്മിഷനൊന്നും ലഭിക്കാതെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും +2-ന് വളരെ കഷ്ടപ്പെട്ടാണ് അഡ്മിഷൻ ലഭിച്ചത്. അതിനുശേഷം IT-യിലും അഡ്മിഷൻ ലഭിക്കുന്നതിന് മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ എന്ത് ജോലി ചെയ്താലും ഏത് സർട്ടിഫിക്കറ്റ് മേടിച്ചാലും നീ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതാണ്, ദൈവം അതിനായിട്ടാണ് നിന്നെ വേർതിരിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി നീ പോകണമെന്ന് പറഞ്ഞു.
എന്നാൽ എൻ്റെ വീട്ടിലെ സാഹചര്യം, എൻ്റെ പിതാവ് സുഖമില്ലാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ജോലിയോടൊപ്പം ദൈവവേല ചെയ്യാം എന്നുള്ള ഞാൻ തീരുമാനമെടുത്തു. എങ്കിലും എൻ്റെ ആഗ്രഹം ഒരു പപ്പയെ പോലെ ഒരു പാസ്സാകണമെന്നായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അതിനെ സാധിച്ചില്ല. അങ്ങനെ ഞാൻ IT കഴിഞ്ഞ് ഡീസൽ മെക്കാനിക്ക് കഴിഞ്ഞ് അതിനുശേഷം KSRTCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. അതിനുശേഷം ഞാനൊരു പൂർണ്ണ തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് ദൈവവേല ചെയ്യാനായിട്ട് ഞാൻ തീരുമാനമെടുക്കും എന്ന് ഞാൻ ഉറച്ച തീരുമാനത്തോടെ 7 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഞാൻ പുനലൂർ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. അവിടെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ടില്ല, ഇനി 2 വർഷം കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലായിരിക്കുന്നു. അതാണ് എൻ്റെ സാക്ഷി. അതിനോടനുബന്ധിച്ച് സുബിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. പ്രസംഗിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ബൈബിൾ കോളേജിലൊക്കെ പോയിരിക്കുന്നത് അല്ലേ? അതെ, പ്രസംഗിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെക്കുറിച്ച് താങ്കളൊന്നും പറഞ്ഞ ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അന്ന് എനിക്ക് 15 വയസ്സാണ്. ആര്യനാട് ചേരപ്പള്ളി AG സഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ ദിവസം, ആദ്യ ദിവസം മുതൽ തന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗൗരവം എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. പിന്നെ എനിക്ക് കൈയടിക്കുന്നതോടും അതുകൊണ്ട് തന്നെ പാടുന്നതിനോടും ബൈബിൾ വചനങ്ങൾ ശ്രദ്ധിക്കുന്നതോടും എനിക്കൊരു ആഴമായിട്ടൊരു ആഗ്രഹം തോന്നി. 15ാമത്തെ ദിവസം രാത്രിയിൽ വന്ന ദേവദാസൻ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവവചനം പ്രസംഗിച്ചു. അതിന് അവസാനമായിട്ട് ഞങ്ങളും നന്നായിട്ട് ആരാധിച്ചു. ഞാനും കണ്ണടച്ചിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലാത്തൊരു പ്രായമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേര്, ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾ 3 പേര് ഉണ്ടായിരുന്നു. 3 പേര് ഞങ്ങൾ 3 പേരും നന്നായിട്ട് കണ്ണടച്ച് കൈയടിച്ച് ആരാധിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് എഴുന്നേറ്റ് ആരാധിക്കാനായിട്ട് ഇടയായി തീർന്നു. ഒരു ആത്മാവിൻ്റെ ഒരു പകർച്ച ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. 9 മണിയായപ്പോൾ ദേവദാസൻ്റെ മെസ്സേജ് തീർന്നു. എങ്കിലും ഏകദേശം 12-12:30 വരെ ഞങ്ങൾ കൈയടിച്ച് ആ സഭയിൽ മുഴുവനായിട്ട് ആരാധിക്കുമായിരുന്നു. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയി. പക്ഷേ ഞങ്ങളുടെ 3 പേരുടെയും ഫാമിലീസ് ആ സഭയിലുണ്ടായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമാണ് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എനിക്ക് ആദ്യമായിട്ടുണ്ടായത് അന്നാണ്. അത് 9 വർഷം മുൻപാണ്. അതെ. അത് കഴിഞ്ഞ ശേഷം ആ അനുഭവത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോയാണോ അതിലൂടെ വളരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? വളരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ വളരുക എന്ന് പറയുമ്പോൾ ദൈവിക കൃപകളും കൃപാവരങ്ങളും പ്രാപിക്കുക എന്നുള്ളതാണ് പരമോന്നതമായ കാര്യം. അതെ അതെ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൃപയും കൃപാവരങ്ങളും പ്രാപിച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ എത്രമാത്രം പരിശുദ്ധാത്മാവിന് സ്ഥാനമുണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ? പരിശുദ്ധാത്മാവിന് സ്ഥാനമുണ്ട്. എനിക്ക് പ്രവചനം അങ്ങനെയുള്ള ശുശ്രൂഷയല്ല, ദർശനത്തിലൂടെയാണ് ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത്. പല രീതികളിലാകാമല്ലോ. അതെ, അത് കാര്യം ദർശനം പരിശുദ്ധാത്മാവിന്റെ അനേക കൃപാവരങ്ങളില്ലേ? അതെ, എണ്ണിയിൽ കൂടാത്ത കൃപാവരങ്ങളാണ് ദൈവത്തിന്റെ സന്നിധിയിലുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായ കൃപയാണ് നൽകുന്നത്. ഇപ്പം താങ്കൾക്ക് ദർശനമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാകണമെന്നില്ല, എനിക്ക് പ്രവചനമാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഉണ്ടാകണം. അത് ഓരോരുത്തർക്ക് ആവശ്യമായ കൃപകൾ, അവരുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ കൃപകൾ, ദൈവനാമ മഹത്വത്തിനായിട്ട് അവരെ ഉപയുക്തമാക്കുവാൻ ആവശ്യമായ കൃപകളാണ് സ്വർഗത്തിലെ ദൈവം ദാനം ചെയ്യുന്നത്. അതിപ്പം ഇതുപോലെയുള്ള ഉപവാസ പ്രാർത്ഥന എടുത്തിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ വെക്കേഷന് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അത് ദൈവം ഒരു ദേവദാസനിലൂടെ എന്നോട് അറിയിച്ചു. അത് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്നെടുക്കണമെന്നൊരു തീരുമാനം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് ആ ദേവദാസൻ എന്നോട് പറഞ്ഞത്. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന രാത്രി ഒരു നേരം ആഹാരം കഴിച്ചോണ്ട് ഇല്ല, 21 ദിവസവും പൂർണ്ണമായിട്ട് വെള്ളം മാത്രം, വെള്ളം മാത്രം. അപ്പോൾ പുതിയ വെളിപ്പാടുകളൊക്കെ ആ ഉപവാസ പ്രാർത്ഥന ലഭിക്കാൻ മുഖാന്തരമായോ? അതെ, ലഭിക്കാൻ ഇടയായി. അതിന് ദർശനങ്ങൾ ലഭിച്ചു, 1-2 കാര്യങ്ങൾ പറയാനിടയായി. അതെ, നമ്മുടെ ആത്മീയമായ ഭാവിയെ കുറിച്ച് ദൈവം വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അതിനാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബിഡിവിനെക്കാട്ടിൽ പ്രാധാന്യം അറിയിക്കുന്നത് പരിശുദ്ധാത്മ നിറവിലുള്ള ഗ്രാജുവേഷനാണ്. അതെ. All right? Yes. All the best. Thank you. Subin gets also 4 marks. ഇങ്ങനൊരു അവസരം നൽകിയ ഈ പ്രോഗ്രാമിലെ സംഘാടകർക്കും അതിലുപരി സർവശക്തനായ ദൈവത്തിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ്
എൻ്റെ ഹസ്ബൻഡിന് ഒരു അപകടം പറ്റുകയുണ്ടായി. അദ്ദേഹം മിക്സർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ, അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ട് അതിൻ്റെ പല്ലുകൾക്കിടയിൽ കുടുങ്ങി കൈ അങ്ങനെ മിക്സർ മെഷീനകത്ത് ആയിപ്പോയി. മൊത്തത്തിൽ തന്നെ അത് ഇങ്ങനെ അരഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഇടയായി. അങ്ങനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറും അദ്ദേഹത്തെ നോക്കിയ നഴ്സുമാരും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് തലവരി തുണി ഇട്ടിട്ട് അവർ തിരിഞ്ഞ് നടക്കാനുള്ള ഇടയുണ്ടായി. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്ന മെഷീൻ എൻ്റെ ശബ്ദം കേട്ടു. പിന്നീട് അവർ വീണ്ടും സർജറിയിലോട്ട് വിധേയമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു രണ്ടാം ജന്മം എന്ന പോലെ അദ്ദേഹത്തെ എനിക്കും എൻ്റെ കുഞ്ഞിനുമായിട്ട് ദൈവം തിരിച്ചു നൽകി. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വലത് കൈ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യപ്പെടുകയും ഇന്നും ദൈവം എനിക്ക് തന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തുടർന്നുണ്ടായ എല്ലാവിധമായ പ്രതിസന്ധി ഘട്ടത്തിലും അതേപോലെ തന്നെ എല്ലാവിധമായ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും ദൈവം താങ്ങും തണലുമായി കൂടെ നിന്നു. അതേപോലെ പല വിധത്തിലുള്ള തന്നെ കടഭാരത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ആഹാരം കഴിക്കാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ലാത്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദർഭത്തിലെല്ലാം ദൈവം താങ്ങും തണലുമായി നിന്നുകൊണ്ട് ദൈവം അതിശയകരമായി ഞങ്ങളെ വഴി നടത്തി. ആ ദൈവത്തിന് 1000 നന്ദികളും സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ജോലിയുണ്ടോ? അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രണ്ടിന്റെ പിക്കപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, കൈ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കൈ വെച്ച് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം അതെങ്ങനെയോ ബാലൻസ് ചെയ്ത് ഓട്ടിക്കുന്നതാണ്. ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ, വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ബില്ലിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. കൂടുതലായിട്ട് ഈ സാക്ഷ്യം മറ്റുള്ളവരോടൊക്കെ പറയാനുള്ള സാവകാശമുണ്ടോ? ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്കും ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചർച്ചിന് പുറത്തോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ചർച്ചുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. CSI ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അതുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തെ കാണുന്നവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരോടെല്ലാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ ഷൈനി ഗെറ്റ്സ് 3.5 മാർക്സ്. ഇതോടുകൂടി നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. റൂഹ റൂഹ പരിശുദ്ധ റൂഹ ആവസിക്കാഗ്നിയാലേഴകളിൽ. റൂഹ റൂഹ പരിശുദ്ധ റൂഹ ആവസിക്കാഗ്നിയാലേഴകളിൽ. പാരിടത്തിലേശുവിൻ സാക്ഷ്യമാകുവാൻ ശക്തിയെ പകരുക പരിശുദ്ധാത്മാവേ. പാരിടത്തിലേശുവിൻ സാക്ഷ്യമാകുവാൻ ശക്തിയെ പകരുക പരിശുദ്ധാത്മാവേ. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, ദമ്പായം, ട്രിവാൻഡ്രം. ഭാഷകളിൽ യേശുവിൻ സാക്ഷ്യമായി പോയി. അടുത്തതായിട്ടുള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. വളരെ എളുപ്പമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ തരുന്നത്. ഓൾറൈറ്റ്, ക്ലോസ് യുവർ ബൈബിൾസ്. അടച്ച്. ഓൾറൈറ്റ്, ആദ്യത്തെ ഭാഗം പറയട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണി. പിന്നെ സമയം വളരെ വൈകിയതിനാൽ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമാകുന്നുവല്ലോ, സമയവും വളരെ വൈകിയിരിക്കുന്നു. ഇതാ വായിച്ചത്. അപ്പോൾ ആരൊക്കെ തെറ്റിച്ച് വായിച്ചു? മിസ്സസ് സുബിൻ ഗെറ്റ്സ് -1 മാർക്ക്. ഷൈനി വായിച്ചായിരുന്നു? ഏതാ വായിച്ചേ? 5:35. ഒരുപോലെ വായിച്ചു. അപ്പം -1. രണ്ടുപേർക്കും ഓരോ മൈനസ് മാർക്ക് കൊടുത്തത്. -1. പിന്നെ അജിത കറക്റ്റായിട്ടുള്ളതാ വായിച്ചു. അജിത ഗെറ്റ്സ് 2 മാർക്സ്. സെക്കൻഡ് റീഡിങ്, രണ്ടാമത്തെ വായന
യോനായുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായനാകുന്നു, കടലും കരയും സൃഷ്ടിച്ച യഹോവയെ, സ്വർഗസ്ഥനായ ദൈവത്തെ ഞാൻ ആരാധിച്ചു വരുന്നു എന്ന് പറഞ്ഞു. Praise the Lord. അടുത്തത് ക്ലോസ് യുവർ ബൈബിൾസ്. സദൃശവാക്യങ്ങൾ 3:13. ജ്ഞാനവും വിവേകവും പ്രാപിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അടുത്ത വായന അവസാന വായനയാണ്. ആവർത്തന പുസ്തകം 26:8. യഹോവ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭയങ്കര പ്രവൃത്തികളോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. 2 മാർക്സ് വായിച്ചത്. അതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജഡ്ജസ് ഇപ്പോൾ നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. First prize goes to Shosham MG. ശോശാം എം ജി ഗെസ് ഫസ്റ്റ് പ്രൈസ് ഒന്നുകൂടെ പറഞ്ഞ എറണാകുളത്ത്. Second prize go to Ajida. അജിത കുമാരി. നിങ്ങൾ രണ്ടുപേരും ജോഷ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോഴ് സമ്മാനദാനമാണ്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കർത്താവിന് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇത് നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം അടുത്ത സ്റ്റേജിലേക്ക് എൻട്രി ലഭിച്ചിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. ദൈവനാമത്തിൽ മാത്രം.